സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കാൻ രണ്ട് വഴികളാണുള്ളത്. ഒന്നാമതായി ഇൻവെസ്റ്റിംഗ്, രണ്ടാമതായി ട്രേഡിംഗ്. ഈ ഇൻവെസ്റ്റിംഗിൽ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്നാമതായി സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗ്. ഇവിടെ നമ്മൾ സ്വയം നല്ല കമ്പനീസ് കണ്ടെത്തി കീറി മുറിച്ച് പരിശോധിച്ച് സ്വയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പുതിയ ആളാണെങ്കിൽ ഇത് കുറച്ച് റിസ്കിയാണ്. രണ്ടാമതായി മ്യൂച്വൽ ഫണ്ട്സ്. ഇവിടെ നമ്മൾ സ്വയം സ്റ്റോക്സ് കണ്ടെത്തുന്നതിന് പകരം പണി അറിയാവുന്ന ഒരു ഫണ്ട് മാനേജറുടെ കയ്യിൽ നമ്മുടെ പണം ഏൽപ്പിക്കുകയാണ്. അതിന് അവരൊരു ചെറിയ ചാർജ് നമ്മുടെ കയ്യിൽ നിന്നും ഈടാക്കുന്നു. ഇത് താരതമ്യേന റിസ്ക് കുറവാണ്. മൂന്നാമത്തെ ഓപ്ഷനാണ് ETFs. ഇവിടെ നമ്മൾ ഫണ്ട് മാനേജർക്ക് പൈസ കൊടുക്കുന്നതിന് പകരം ടോപ്പ് കമ്പനീസിൽ ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതൊരു തരത്തിൽ മ്യൂച്വൽ ഫണ്ട്സ് തന്നെയാണ്. ഒരു വ്യത്യാസം മാത്രം, ഫണ്ട് മാനേജർക്ക് ഫീസ് കൊടുക്കേണ്ടതില്ല. ഇനി ട്രേഡിംഗിലേക്ക് പോയാൽ അവിടെയും നമുക്ക് മൂന്ന് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്നാമത് ഇൻട്രാഡേ ട്രേഡിംഗ്. ഇവിടെ നമ്മൾ സ്റ്റോക്സ് വാങ്ങിയാൽ അതേ ദിവസം തന്നെ വിൽക്കേണ്ടി വരും. അത് ലാഭമായാലും നഷ്ടമായാലും സഹിക്കുക. രണ്ടാമതായി സ്വിംഗ് ട്രേഡിംഗ്. ഇവിടെ നമ്മൾ സ്റ്റോക്സ് വാങ്ങി പ്രോഫിറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് പ്രോഫിറ്റ് ആവുമ്പോൾ വിൽക്കുന്നു. ഈ മെത്തേഡ് തുടക്കക്കാർക്ക് ഉപയോഗപ്രദമാണ്. മൂന്നാമതായി ഓപ്ഷൻ ട്രേഡിംഗ്. സ്റ്റോക്ക് മാർക്കറ്റ് വഴി പെട്ടെന്ന് പണം ഉണ്ടാക്കാമെന്ന് കരുതുന്നവരൊക്കെ സെലക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. പക്ഷേ ഇതുവഴി ലാഭമുണ്ടാക്കിയവരെക്കാൾ കൂടുതൽ നഷ്ടമുണ്ടാക്കിയവരാണുള്ളത്. ഇത്രയുമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ കൂടെ കൂട്ടാൻ മറക്കാതിരിക്കുക.